ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പറ എന്തേലും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോ നീന്താൻ പോവാണ്. അപ്പൊ ഞാൻ രണ്ട് ചേച്ചിമാരെയാണ് കൊണ്ടിട്ടുണ്ട്. ഇത് ആതിര, ഇത് ആദിത്യ. വീട്ടിൽ വിളിക്കുന്ന മുത്ത അമ്മു. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മള് ഇവിടുത്തെ ജർമ്മനിയിലുള്ള സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചേച്ചിമാര് പോവാത്തോണ്ട് ഞാൻ കൊണ്ടുപോവാണ് ഫ്രണ്ട്സ്. എന്ത് ചെയ്യാനാ, എന്തായാലും എങ്ങനുണ്ട്. എനിക്ക് നീന്താൻ അറിയത്തില്ല, പിന്നെ ഇവർക്ക് കുറച്ചറിയാം. നീന്താൻ അതെ, ഇവിടുത്തെ വലിയ ആളാ സ്വിമ്മിംഗ് പൂളില്. ഗൈസ്, ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നടക്കാനുണ്ട്. അതെ, അത്യാവശ്യം വെയിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തൊപ്പി എടുത്തത്. അവർക്ക് തൊപ്പിയൊന്നും വേണ്ട. സൺസ്ക്രീൻ ഒക്കെ വാരി പൊത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം കഴിയും കളഞ്ഞു. പോസ് ചെയ്ത് നമ്മളിപ്പം പെന്നിലിന്റെ ഇടയ്ക്കൂടെയാണ് കയറി പോകുന്നത്. അതെ ഗൈസ്, ഇവിടെ അത് അടിപൊളി നല്ല പൂക്കളൊക്കെ നിൽപ്പുണ്ട്. അതെ, ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. ഇന്നിവിടെ 24 ഡിഗ്രി ഉണ്ട് ഫ്രണ്ട്സ്. 24 ഞങ്ങളുടെ ഡ്രസ് നോക്കൂ. അതുകൊണ്ടല്ലേ എന്റെ ഔട്ട്ഫിറ്റ് പാവാട, ടോപ്പ്, ക്രോക്സ്. തൊപ്പി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ട് ഇടുന്നേ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ജാക്കറ്റ് ഇട്ട് നടക്കണം. അത് ഇവിടുത്തെ ബസ് കാണിക്കുക. ഇതാണ് ഇവിടുത്തെ ബസ്. ഓ ഫ്രണ്ട്സ്, ആണ്ട് ഇവിടെ പിള്ളേര് ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താണ് വാസ പുറകിന്ന് വായിക്കാൻ ഫ്രണ്ട്സ് മനസ്സിലായില്ല. എന്തൊക്കെയോ വരച്ച്. ഇതെന്താ സംഭവം എന്നറിയോ? ചോക്ക്. ഇത് ഞാൻ റീല് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നീ കണ്ടിട്ടില്ലേ? എന്തോ ഇപ്പം നമുക്കൊരു കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് നേരെ വരയ്ക്കുമെന്ന് അവരുടെ ഒരു അങ്ങനെ മരമൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണോ? എന്റെ ഒരു പിക്ക് ഗൈസ്, സ്വിമ്മിംഗ് പൂളിൽ പോവാ. പൊട്ടൊക്കെ തൊട്ടുകൊണ്ട് വരുന്ന എന്തോ പറയാനാന്ന് നോക്കണേ. പൊട്ട് തൊട്ട് പെർഫ്യൂം തൊട്ട് ബോഡി വാഷ് വരെ അവളുടെ കയ്യിലുണ്ട്. പൊട്ട് തൊടുക സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഗൈസ്, നമുക്കൊരു കുക്കുവിന്റെ ഒരു സ്പ്രേ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അടിക്കാം. എല്ലാ കരുതലോടുകൂടിയാണ് വന്നിരിക്കുന്നത്. കഴിക്കാൻ സാധനങ്ങള്, ഫുഡ് തൊട്ട് കർപ്പൂരം. ശരിയോ? ഉപ്പ് തൊട്ട് കർപ്പൂരം. ഒരു ഓടുന്ന സ്റ്റേഷനറി കടയായിട്ടാണ് കുക്ക് വന്നേക്കുന്നത്. പോകുന്ന വഴികളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെയാണ്. ആളുകളെ കാണുന്നത് വളരെ കുറവാണ്. അതെ, പക്ഷെ ഇന്നൊരു നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാർ കാണും. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാന്ന് കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാ. ഇപ്പൊ 2-3 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റ് ആണ്. വലിയ ചൂടും ഇല്ല, വലിയ തണുപ്പും ഇല്ല. നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ്. തണുപ്പില്ലാത്ത തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങള് ജാക്കറ്റ് ഇല്ലാതെ പുറത്തിറങ്ങുന്ന ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇവിടെ എവിടെ നോക്കിയാലും കാറാണ് ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്കൈ കാണാൻ ഭയങ്കര രസമാണ്. എന്ന് കാണിച്ചേടി, നല്ല ഭംഗിയാണ് ഇവിടുത്തെ സ്കൈ കാണാൻ. ഒരു പ്രത്യേക നമുക്ക് കൊറേ ദൂരം ഇങ്ങനെ കാണാൻ പറ്റും, ഓഷ്യൻ കിടക്കുന്ന പോലെ. നമ്മുടെ നാട്ടില് നമ്മുടെ ഈ ഭൂപ്രകൃതിയുടെ ഒരു ഗുണമാണ് ഈ രാജ്യത്തിന്റെ. നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെ എല്ലാ വീടുകളും യൂണിഫോം ഇട്ട പോലെയാണ്, ഒരുപോലെ. ശരിയാണ്, എല്ലാം ഒരേ രീതിക്ക്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ കോളനി എന്നൊക്കെ പറയുമ്പോ പോടി സെയിം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യമേ വന്ന ടൈമില് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടിന്റെ പരിസരത്ത് കിടന്ന് ഒരു 1/2 മണിക്കൂർ 3/4 വീടിൽ തന്നെ ഒരു വീട് കണ്ടുപിടിക്കാൻ വീട് സെയിം വീടാണ് ഫ്രണ്ട്സ്. അതെ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആളുകളെ കാണില്ല, വീടുകൾ മാത്രമേ കാണുള്ളൂ. നമുക്ക് കാണാൻ ഇവിടെ മനുഷ്യർ ഇഷ്ടം പോലെ അദ്ഭുതമാണ്. പക്ഷെ ഇവിടെ ഒരൊറ്റ മനുഷ്യരെ കാണില്ല രാത്രി. പക്ഷെ അതേസമയം നമ്മളൊക്കെ നാട്ടില് രാത്രിയില് നമുക്ക് ഇറങ്ങി നടക്കാൻ പേടിയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയില് ഞങ്ങൾ ഇവിടുത്തെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും കൂടെ കുറച്ച് ആദ്യമായിട്ട് ഒരാൾ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയില്
നമ്മളത് കാണിക്കല്ലേ? കുക്കുവിന്റെ ചാനലിൽ അത് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷിക്കൂ. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാരും സന്തോഷിക്കൂ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ കുക്കുവിന്റെ ചാനലിൽ കാണുള്ളൂ. അല്ലാതെ വഴി അങ്ങനത്തെ ഒന്നും കണ്ടന്റ് എന്തെങ്കിലും. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ആണ് നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോ എന്താന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ട് എനിക്ക് 2 മണി വരെ ഉള്ളു ഡ്യൂട്ടി. ഞാൻ കൂടുതൽ ഡ്യൂട്ടി ചെയ്തു. അപ്പൊ എന്റെ ഷെഫ് പറഞ്ഞ ഞാൻ കൂടുതൽ, ഷെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് എന്നാണ് അർത്ഥം. ഇവിടെ ബോസ് പറഞ്ഞത് ഞാൻ കൂടുതൽ നേരം വർക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് അടുത്ത മാസം 2 മണി വരെ ഉള്ളു. 6 മണിക്കൂറേ ഉള്ളു ഡ്യൂട്ടി. പക്ഷെ ഇവർക്കൊക്കെ ഞങ്ങളുടെ കഴിയാണ് FST. അതെ, ഞങ്ങൾ FST ആണ്. ഞങ്ങള് FSTയുടെ ഒരു വീഡിയോ ഇടുന്നതാണ്, എങ്ങനെയാണ് FST. അതേപോലെ FSTക്ക് വരാൻ കുറെ പേര് നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പിള്ളേരൊക്കെ. അപ്പോ എങ്ങനെയാണ് FST ഇവിടുത്തെ, എങ്ങനെയാണ് കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾ ഇടുന്നതാണ്. അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, ഇവളുടെ അല്ല, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വൈകാതെ തന്നെ ഉണ്ടാവുന്നതാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങക്ക് ടൈം ഇല്ല. ഒന്നാമത്തെ കാര്യം ടൈമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട്. നമുക്ക് ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു ഷോപ്പ്. ഇവിടെ പെന്നി, അൽദി, ലിഡിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പുകൾ വരുന്നത്. ഇത് പെന്നി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നെറ്റ് സിം കാർഡ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വൈഫൈ ഒക്കെ ഊറ്റുന്ന ഇവിടുന്നായിരുന്നു. അപ്പം ഗൈസ്, നമ്മൾ പെന്നിയിലേക്ക് കയറുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജ്യൂസോ ഞം അപ്പാപ്പം, യെസ്, എന്തെങ്കിലും പാപ്പം വാങ്ങിക്കാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോ ഇതാണ് നമ്മുടെ എൻട്രി. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ഐൻഗാങ്. ഇനിയിപ്പോ സൗണ്ട് കുറച്ചിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് കൺഫ്യൂഷനാണ് എന്തെടുക്കണമെന്ന്. നമ്മൾ വാങ്ങിയത് ഒരു ആപ്പിൾ ജ്യൂസും പിന്നെ എന്താണ് ഒരു എനർജി ഡ്രിങ്കും, പിന്നെ കുക്ക് വാങ്ങിയത് വേറെ എന്തോടി വാങ്ങി ഇല്ലേ? ഓക്കെ, അന്ന് വേണ്ട വാ. അപ്പൊ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് ഇവിടെ ഗൈസ് കുറേ ബ്രെഡിന്റെ കുറേ സെക്ഷൻ ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ ബ്രെഡിന്റെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ്. ഇതൊരു പിസ്സ. എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കവറുണ്ട്, മറ്റൊരു പ്ലാസ്റ്റിക്കില് നമ്മൾ കൈയൊക്കെ കയറ്റി ഗ്ലൗസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതെ, മറ്റേ ആ സംഭവം എടുത്താലും മതിയായിരുന്നു. നമ്മൾ 3 എണ്ണം എടുത്തു. ഇതാണ് സെന്റേ ഉള്ളൂ. ഇവിടെ കുപ്പിയുടെ സെക്ഷൻ ഒത്തിരി ഉണ്ട്. ഏത് ടൈപ്പില് വേണേലും കിട്ടും. പക്ഷെ എല്ലാത്തിനും അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഇതിനൊക്കെ 400 സംതിങ്. അതെ, ഇതിനൊക്കെ 2000 രൂപ. അതെ, ജാക്ക് ഡാനിയൽ ഇത് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതാണ് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. കണ്ടോ ഗൈസ്, ഇത് നമ്മൾ എടുത്തോണ്ട് പോയ ബെല്ലടിക്കാൻ വേണ്ടി. ഇതൊക്കെ എന്താടി, വൈനാണോ? ഫ്രണ്ട്സ്, നമ്മൾ വാങ്ങിച്ചു ഗൈസ്. പെന്നീന്ന് സാധനമെല്ലാം വാങ്ങിച്ചിറങ്ങി. നമ്മൾ പിസ്സ വാങ്ങിച്ചു 3 എണ്ണം. പിന്നെ നമ്മൾ 3 തരം വെള്ളം വാങ്ങിച്ചു. മൊത്തം 7 യൂറോ 7 പൈസയായി ഫ്രണ്ട്സ്. നാട്ടിലെ ഒരു 700 രൂപ. 700 ആയില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. എന്താ പെട്ടെന്നല്ല 500 രൂപ കയ്യിൽ നിന്ന് പോയത്. പക്ഷെ നമ്മൾ ഇവിടെ ഇതുണ്ട് ഫ്രണ്ട്സ്, ഒരു ബോട്ട്. അതെ, ഇവിടെ ഇപ്പം എന്താ നാട്ടിലെ ഒരു 90 രൂപയാണ് ഇവിടുത്തെ 1 യൂറോ. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഏറ്റവും കുറഞ്ഞത് വാങ്ങിച്ചാലും അത്രേ ആകും. നമ്മളങ്ങനെ നാട്ടിലെ എമൗണ്ട് നോക്കിയിട്ട്
എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ഇതാണ് ഇവരുടെ ലുക്ക്. ചേച്ചി ഇതെന്ത് കാർഗോ പാന്റ് ഒരു ക്രോപ്പ് ഔട്ട്ഫിറ്റ്. ഞാനൊരു പാവാട ഒരു സ്കേർട്ടും ഒരു ടോപ്പും ആണ്. ഒരു ഹാറ്റും വെച്ചിട്ടുണ്ട്. കുഴിയിലോട്ട് പോരുത്. ഞാൻ പറമ്പിൽ പോയി. കുക്കുവിന്റെ ഔട്ട്ഫിറ്റ് നമുക്ക് കാണിക്കാം. നോക്കൂ ഗൈസ്, ഇതാണ് കാർഗോ പാന്റ്, ടോപ്പ്, സാൻഡൽസ്. ഓക്കെ. ഇവിടുത്തെ വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. നമുക്കൊരു എന്താണ് ഒരു പീസ്ഫുൾ ഒരു പോസിറ്റീവ് മൈൻഡ് ഒക്കെ കിട്ടും ഈ വഴി കൂടെ നടക്കുമ്പോ. നല്ല തണുപ്പ്, ഒരു ചെറിയൊരു തണുപ്പ്. അതെ, കാറ്റില്ല, തണുപ്പ്, ചെറിയൊരു തണുപ്പ്. പക്ഷെ അത് ആ തണുപ്പ് നല്ല സുഖമാണ്. ഫ്രണ്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കാറൊക്കെ നല്ല സെറ്റാണ് ഗൈസ്. എല്ലാം BMW. ഇവിടെ കാറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. അതെ. ആദ്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ കാറുകൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. വേറെ വണ്ടികളൊക്കെ വളരെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. ദേ അങ്ങോട്ട് നോക്കൂത, അത് അതുപോലെയൊക്കെ. പിന്നെ ബൈക്കുകൾ വല്ലപ്പോഴും ഒക്കെ കാണാം. ചിലതിങ്ങനെ ഒരു ജ്യൂസ് അല്ല, എനർജി ഡ്രിങ്ക് വാങ്ങിയില്ലായിരുന്നോ? അത് ഒരു രസം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസമില്ല. അത് കാണാൻ ഒരു ഭംഗിയുണ്ട്, പക്ഷെ കുടിക്കാൻ ഒരു ഭംഗിയില്ല. പിന്നെ ഇത് പിന്നെ ഇവള് പോയി എടുത്തതാണോ ഇത്? പിന്നെ ഞങ്ങള് എപ്പോഴും വരുന്നതാണ് കിക്ക്. ഇവിടെ അത്യാവശ്യം നമുക്ക് അത് നിങ്ങൾ പോയി കാണുക, അത് കൊള്ളില്ലായിരിക്കും. പിന്നെ ഇവിടെ അത്യാവശ്യം ആണോ? നമുക്ക് പോവാൻ നേരം വേണ്ട, നമുക്കിനി പോയി. ഇത് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ് കിക്ക്. നമ്മൾ കിക്കി കയറിയിട്ട് ഒരു ബെഡ്ഷീറ്റ് €1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു 100 രൂപ. നല്ല ബെഡ്ഷീറ്റ് കേസ്. ഞങ്ങൾ അതെടുത്ത് അതിന്റെ തിരിച്ചു വരുമ്പോ അത് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അതെടുത്ത് അപ്പൊ ഭയങ്കര ലാഭമാണ്, നല്ല ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ അത് എടുത്ത് ഏറ്റവും അടിയിലേക്ക് കുത്തിത്തിരികെ വെച്ചിട്ടുണ്ട്. ആരും എടുക്കാതിരിക്കുക. തിരിച്ചു വരുമ്പോ നോക്കാം ആരും എടുത്തോ ഇല്ലയോ. ഈ ചേച്ചി കണ്ട സൈക്കിൾ കിട്ടും ഗൈസ്. അവിടെ ഒരു വിൻഡ് മിൽ കാണാം. അവിടം വരെ പോവണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു സാധനം ആടുന്നുണ്ടോ? അവിടെ എവിടെ ആടുന്നു? അവിടെ കാണുന്നില്ല താങ്കൾ. അയ്യോ, നിന്റെ ബാഗ് തുറന്നു കിടക്കുവാടി കുക്കു. അടച്ചില്ലായിരുന്നു അത്. പാട്ടാണ് ഗൈസ്, പാടും. അയ്യോ എന്തായിരുന്നു? ശശികരൻ ജാതി ദീപ വലയം വഴികാട്ടിയാണ് കുക്കു. നല്ല ഭംഗിയുണ്ടല്ലേ. കുഞ്ഞൊരു വീട്. 2 കൊരക്കാരികളെ കൊണ്ടാണ് ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നത്. 2നും പനിയുടെ എന്തോ ലക്ഷണം ഉണ്ട്. എന്നിട്ട് അവിടെ എനിക്ക് പെട്ടെന്നൊന്ന് മറ്റേ തുപ്പല് പൊക്കിയതാണ്. എനിക്കുണ്ട് ഗൈസ്, നല്ല ചുമയുണ്ട്. നിങ്ങൾ കേൾക്കണം, ഈ ചേച്ചി ഉണ്ടല്ലോ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞ എനിക്ക് ഇറങ്ങാൻ മടിയ, അല്ല എനിക്ക് ചുമ, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. അത് നടന്നു വന്നോ എനിക്ക് പറയാം. എനിക്ക് നിങ്ങൾ ഇരിക്കുന്ന കേട്ടത് അല്ല, അപ്പൊ ഇറങ്ങുന്ന കേട്ടത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇറങ്ങുന്നത്. ചേച്ചി എല്ലാരും സ്വിമ്മിംഗ് സൂട്ടൊക്കെ ആർത്തിട്ടുണ്ട്, ഞാൻ മാത്രം ഞങ്ങളെല്ലാം പ്രിപ്പയർ കിട്ടണം വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എന്തായാലും അതെ, ഈ ബാഗിനകത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, ഓടുന്നൊരു മെഡിക്കൽ സ്റ്റോറും ഉണ്ട് അതിനകത്ത്. ടാബ്ലറ്റ് വരെ ഉണ്ട് ഫ്രണ്ട്സ്. ഓ കണ്ടോ, എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് കുക്കുവിന്റെ. വളരെ അത്യാവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ആ സത്യം, നമ്മള് ഫുഡ് എല്ലാം എടുത്തിട്ടുണ്ട്. ഫുഡ് എന്തിനാ, ഞാൻ പ്ലാസ്റ്റർ പോയിട്ട് ബ്രഷ് വരെ എടുത്തിട്ടുണ്ട്, പേസ്റ്റ് വരെ. അറിയാമോ, എങ്ങാണ് നമ്മളവിടെ ഒന്ന് നിക്കേണ്ട സാഹചര്യം വന്ന അതിനുള്ള സാധനം വരെ ഉണ്ട്. ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എനിക്കും ആതിരയ്ക്കും. അപ്പോ സ്കൂളിൽ പോകണ്ടായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ നാളെ മുതൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. കാരണം നാളെ മുതൽ ചേച്ചിക്ക് ഡീൻസ്റ്റ് വരുന്നത് 2 മണി വരെ ഉള്ളൂ. ചേച്ചിന്ന് വിളിക്കുന്ന എന്നെ കേട്ടോ. ഇവളിന്ന് 1 വയസ്സ് മൂത്താന്നേ ഉള്ളൂ, പക്ഷെ ചേച്ചിന്നാ വിളിക്കുന്നത്. ഓ പിന്നെ €1 50 കൊടുത്തിട്ട് വേണം നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ. നമ്മളെത്തി. ഇതാണ് 150. എവിടെ ഇടണം എന്നാണ് പറയുന്നത്. എവിടെ ഇടണം? നാട്ടിലെ ഒരു 100 സംതിങ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവാം. അപ്പൊ എങ്ങനെയാ നോക്കാം.
ഇവിടെ പറയുന്നുണ്ടോ? ഓക്കെ. ഞാൻ വിളിച്ച് പെട്ടു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ നിങ്ങൾ പോയി എടുക്കും, ഞാൻ പോയി ഡ്രസ് മാറിച്ചോടി വരാം. വരുന്നോ? ഞങ്ങൾക്കും ഡ്രസ് മാറണം ഗീസ്. അപ്പോ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെത്തി. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. അല്ല ഗൈസ്, അപ്പൊ നമ്മള് സ്വിമ്മിംഗ് പൂളിലെത്തി. അപ്പൊ എങ്ങനെയാന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു അലൗഡ് അല്ല. അപ്പൊ ഒത്തിരി നേരം എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങള് മാറ്റാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. നമ്മൾ 3 മണിക്കൂറായി ഫ്രണ്ട്സ് ഏകദേശം വന്നിട്ട്. അതെ, പക്ഷെ 3 മണിക്കൂർ പോയി. അതെ, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ബൈ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ലൈക്ക് ക്ലിക്ക് ചെയ്യണേ. ബൈ.